ഹലോ ഓൾ, ദിസ് ഇസ് എസൻസ് ഓഫ് സയൻസ് ആൻഡ് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ എല്ലാവർക്കും എക്സാംസ് ഒക്കെ ആവാനായി, സ്കൂൾ തുറന്നു, കോളേജ് റീഓപ്പൺ ചെയ്തു, എക്സാം സ്റ്റാർട്ട് ചെയ്യാനായി. സോ ഐ തോട്ട് നമുക്ക് എക്സാം റിലേറ്റഡ് ആയിട്ട് എൻ്റെ ഒരു എക്സാം റുട്ടീൻ, അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെയാണ് എക്സാം ടൈമിൽ ചെയ്യാറുള്ളത്, അപ്പൊ അങ്ങനെ സ്റ്റഡി ടിപ്സ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ഇറ്റ്. ടിപ്പ് നമ്പർ 1, അവോയ്ഡ് ഡിസ്ട്രാക്ഷൻസ്. എന്തൊക്കെയാണോ നിങ്ങൾ ഡിസ്ട്രാക്ട് ചെയ്യുന്ന സംഭവങ്ങൾ അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുക. ഇപ്പൊ എന്നെ സംബന്ധിച്ചിട്ട് ഗാഡ്ജറ്റ്സ് ആണ്, മൊബൈൽ, ലാപ്, ടി വി, അതൊക്കെ. അപ്പൊ അതൊന്നും ഇല്ലാത്ത റൂമിൽ പോയിട്ടിരിക്കാം. ഇനിയിപ്പോ നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽസിൽ ലൈക് ഫോണിലാണ്, ലാപ്പിലാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഏതൊക്കെ ആപ്സ് ആണോ നിങ്ങൾ ഡിസ്ട്രാക്ട് ചെയ്യുന്നത് അതിന്റെ നോട്ടിഫിക്കേഷൻസ് ഓഫ് ചെയ്യുക. ഏറ്റവും ബെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പററി ആയിട്ട് അതിനൊക്കെ ഒന്ന് ലോഗ് ഔട്ട് ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നുമായിരിക്കും, ബട്ട് സ്റ്റിൽ നിങ്ങളുടെ ലോങ് ടേം ഗോൾ നോക്കുമ്പോൾ അത് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണ്. നിങ്ങൾക്ക് കൂടുതൽ കോൺസെൻട്രേഷനും ഫോക്കസ് കിട്ടാനും വളരെയധികം നല്ലതാണ്. ടിപ്പ് നമ്പർ 2, പ്രോപ്പർ പ്ലാനിങ്. നിങ്ങൾ എന്താണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് പ്രോപ്പർ ആയിട്ട് സ്കെഡ്യൂൾ ചെയ്യുക. ഒരു ഫിക്സ് ടൈമിങ്സ് വെക്കുക. ഇപ്പൊ ഞാനൊരു നൈറ്റ് ഔൾ ആണ്, എനിക്ക് രാത്രിയാണ് കുറച്ചും കൂടി ഫോക്കസ്ഡ് ആയിട്ടൊക്കെ പഠിക്കാൻ പറ്റുക. അപ്പൊ ഞാൻ ടഫർ സബ്ജക്ട്സ് ഒക്കെ രാത്രിക്ക് വെക്കും. ആൻഡ് ഉച്ച എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ടയേർഡ് ആൻഡ് സ്ലീപ്പി ആയിട്ട് തോന്നുന്ന സമയമാണ്. അപ്പൊ ഞാൻ ഈസിയർ സബ്ജക്ട്സ് ഒക്കെ ഉച്ചയ്ക്ക് വെക്കും. സബ്ജക്ട്സ് മാത്രമല്ല, ടഫറായി തോന്നുന്ന കൂടുതൽ ഫോക്കസ് വേണ്ട ടോപ്പിക്സ് നിങ്ങൾക്ക് അക്കോർഡിംഗ്ലി തന്നെ പ്ലാൻ ചെയ്യും. അപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്ലാൻ ആണ് നിങ്ങൾക്ക് സെക്കൻഡ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ സെക്കൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് പ്രോപ്പർ പ്ലാനിങ്. ടിപ്പ് നമ്പർ 3 ഇസ് സ്റ്റാർട്ട് ഏർലി. കുറച്ച് നേരത്തെ പഠിക്കാനായിട്ടിരിക്കുക. ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഓക്കെ അതൊരു ഈസി ടോപ്പിക് ആണ്, കാര്യമായിട്ടൊന്നും പഠിക്കാനില്ല, നമുക്ക് എക്സാമിന്റെ തലേന്ന് പഠിക്കാം. അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒരു 1 month മുന്നേ റിവൈസ് ചെയ്യുന്നത് ഇറ്റ്സ് ദ ബെസ്റ്റ് തിങ്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒരു 2 weeks മുന്നെയെങ്കിലും റിവൈസ് ചെയ്യാനായിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. നിങ്ങൾ ചിലപ്പോൾ പലപ്പോഴും നിങ്ങൾക്ക് ഇത് അനുഭവപ്പെട്ടുണ്ടായിരിക്കും, അയ്യോ ഞാൻ പഠിച്ചതായിരുന്നു, കുറെ പഠിച്ചു, പക്ഷെ എനിക്ക് ഓർമ്മ വന്നില്ല, എന്റെ നാവിന്റെ തുമ്പത്തൊന്നും പക്ഷെ എനിക്ക് ആൻസർ എഴുതാൻ പറ്റിയില്ല. ഇങ്ങനെയൊക്കെ കുറെ നിങ്ങൾ പ്രശ്നങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇതെന്താ കാരണം എന്നറിയോ? നിങ്ങൾ ഫസ്റ്റ് ടൈം നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ റിവിഷൻ അല്ല, അവിടെ ചുമ്മാ വിഷൻ മാത്രമേ സംഭവിക്കുന്നുള്ളൂ. അപ്പൊ അതൊക്കെ നിങ്ങളുടെ ഷോർട്ട് ടേം മെമ്മറിയിലാണ് പോയി രജിസ്റ്റർ ആവുന്നത്. ആൻഡ് പിന്നെയും നിങ്ങൾ അത് വായിക്കുമ്പോഴാണ് അവിടെ റിവിഷൻ ടേക്ക് പ്ലേസ് ചെയ്യുന്നതും ഷോർട്ട് ടേം ലോങ് ടേം മെമ്മറിയിലോട്ടേക്ക് അത് ട്രാൻസ്ഫർ ആവുന്നതും. അപ്പോഴാണ് അത് നിങ്ങളുടെ മെമ്മറിയിൽ രജിസ്റ്റർ ആവുന്നുള്ളൂ. സോ ഇനി മുതൽ നിങ്ങൾ ഇതൊന്ന് ട്രൈ ആക്കി നോക്കി നോക്ക്. ജസ്റ്റ് സ്റ്റാർട്ട് പ്രിപ്പറേഷൻ വെരി ഏർലി ആൻഡ് അത് നിങ്ങൾ റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ടഫ് ആയിട്ട് തോന്നുന്നത്, എത്ര പഠിച്ചാലും കിട്ടുന്നില്ല, അങ്ങനത്തെ ടോപ്പിക്സിനൊക്കെ ഒരു കുറച്ച് എക്സ്ട്രാ ഫോക്കസ് കൊടുത്ത് ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി നെക്സ്റ്റ് മെത്തേഡ് ആണ് ദി പോമഡോറോ മെത്തേഡ്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ എക്സാം ആണ്, പക്ഷെ നിങ്ങൾക്ക് പഠിക്കാൻ ഒട്ടും മൂടില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് തിങ് ആണ്. ഈ പോമഡോറോ മെത്തേഡ് എങ്ങനെയാ വർക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ 25 മിനിറ്റ്സ് നിങ്ങൾ പഠിക്കും ആൻഡ് ആഫ്റ്റർ ഓരോ 25 മിനിറ്റ്സ് പഠിപ്പ് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു 5 minute ബ്രേക്ക് എടുക്കും. അതിനെയാണ് നമ്മൾ പോമഡോറോ മെത്തേഡ് എന്ന് പറയുന്നത്. അങ്ങനെ 4 പോമഡോറോ സെഷൻസ് കഴിഞ്ഞാൽ യു ടേക്ക് എ വെരി ലോങ് ബ്രേക്ക് ആൻഡ് ദാറ്റ് ഇസ് ഹൗ ഇറ്റ് വർക്ക്സ്. ആൻഡ് ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. അപ്പൊ നിങ്ങൾ കുറച്ച് 25 മിനിറ്റ്സ് പഠിക്കും ആൻഡ് യു ടേക്ക് എ 5 minute ബ്രേക്ക് ആൻഡ് ഈ ഒരു സൈക്കിൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ആൻഡ് 4 ആയി കഴിഞ്ഞാൽ യു ടേക്ക് എ ലോങ് ബ്രേക്ക് ആൻഡ് അഗെയിൻ ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ദ ഫസ്റ്റ് ലൈക്ക് 25 minute ബ്രേക്ക്. അപ്പൊ അങ്ങനെ ഇത് പൊയ്ക്കൊണ്ടേയിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഒരു എൻഗേജിംഗ് ആയിട്ട് തോന്നും. ആൻഡ് ഈ ഇരിക്കുന്ന 25 മിനിറ്റ്സ് നിങ്ങൾ ഭയങ്കര ഫോക്കസ്ഡ് ആയിരിക്കും. ഒരു ഡിസ്ട്രാക്ഷൻസും ഒന്നുമില്ലാണ്ട് നിങ്ങൾ ഭയങ്കര ഫോക്കസ്ഡ് ആൻഡ് ലൈക്ക് നിങ്ങളുടെ കോൺസെൻട്രേഷൻ ഒക്കെ അറ്റ് ഇറ്റ്സ് പീക്ക് ആയിരിക്കും. അപ്പൊ ഇത് ഭയങ്കരമായിട്ട് വർക്ക്ഡ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഒരുപാട് പേർക്ക് വർക്ക് ആയിട്ടൊരു മെത്തേഡാണ്. ആൻഡ് ദാറ്റ് ഇസ് ആ ടിപ്പ് നമ്പർ 4, പോമഡോറോ മെത്തേഡ്. ടിപ്പ് നമ്പർ 5 ആണ് ആക്റ്റീവ് റീകോൾ. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് അങ്ങനെ അങ്ങ് എടുത്തു വെച്ച് പോവാതെ നിങ്ങൾ റെസ്റ്റ് എടുക്കുമ്പോൾ, ബ്രേക്ക് എടുക്കുമ്പോൾ ഒക്കെ നിങ്ങൾ എന്താണോ പഠിച്ചത് അത് നിങ്ങളൊന്ന് റീകോൾ ചെയ്യുക. നിങ്ങൾ തന്നെ സ്വയം ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് അതിന് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടിയില്ല എന്ന് വരും. അപ്പൊ തന്നെ ബുക്ക് എടുക്കുക, എന്താണ് ആൻസർ നോക്കുക, അത് പഠിക്കുക. അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ് ലേണിംഗ് ആണ് അവിടെ ടേക്ക് പ്ലേസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഉത്തരം കിട്ടാതെ ആകുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് അങ്ങ് പഠിക്കുകയല്ലേ. അപ്പൊ ആ സമയത്ത് തന്നെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത് പെട്ടെന്ന് രജിസ്റ്റർ ആവും. നിങ്ങൾ ഒരുപാട് തവണ വായിച്ച് കിട്ടാത്ത ആൻസേഴ്സ് ഒക്കെ ഈ ഒരു മെത്തേഡ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് രജിസ്റ്റർ ആകാനുള്ള ഒരു ഈസി ടെക്നിക് ആണിത്. സോ ആക്റ്റീവ് റീകോളിംഗ് ലൈക്ക് ഇറ്റ് ഷുഡ് ടേക്ക് പ്ലേസ് എവറി ടൈം. നിങ്ങൾ ചുമ്മാ ഇരുന്ന് ജസ്റ്റ് ഒരു TV കാണുമ്പോൾ അല്ലെങ്കിൽ ബ്രേക്ക് ഒക്കെ വരുമ്പോൾ അങ്ങനത്തെ സമയത്തൊക്കെ ഈ ഒരു പരിപാടി ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ ലാസ്റ്റ് ടിപ്പാണ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക് ചെയ്യുക. ഇപ്പൊ നിങ്ങളുടെ എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓക്കെ ആയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കുറെ ഗൈഡ് ക്വസ്റ്റ്യൻ ബാങ്ക്സും അതൊക്കെ വർക്ക്ഔട്ട് ചെയ്യുക. പിന്നെ അതിന്റെ ആൻസേഴ്സ് നോക്കി വെക്കുക. അവരെങ്ങനെയാണ് ആൻസർ ഫ്രെയിം ചെയ്തിട്ടുള്ളത്, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്തിട്ടുള്ളത്, അതൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിനെ ഫേസ് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ആൻഡ് സെയിം വേ ലൈക് ക്വസ്റ്റ്യൻ പോലെ തന്നെ വെരി ഇമ്പോർട്ടന്റ് ആണ് ആൻസർ വായിക്കുക എന്നുള്ളത് കേട്ടോ. എങ്ങനെ ഒരു ആൻസർ സ്റ്റാർട്ട് ചെയ്യാം, 6 മാർക്ക് ആൻസേഴ്സ് എങ്ങനെ എഴുതാം, അങ്ങനത്തെ ഒരു ഐഡിയാസ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് എന്ന് പറയുന്ന എക്സാം സമയത്ത് ബി ഹെൽത്തി. ഫുഡ് നല്ലപോലെ കഴിക്കുക. ഡ്രൈ ഫ്രൂട്ട്സ് നിങ്ങളുടെ ഡയറ്റിൽ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ മെമ്മറി എൻഹാൻസ് ചെയ്യാനായിട്ട് വളരെയധികം അത് ഹെൽപ്പ് ചെയ്യും.
പിന്നെ സ്ട്രെസ് അവോയ്ഡ് ചെയ്യുക, ടെൻഷൻ അടിക്കാതെ ഇരിക്കുക. നിങ്ങൾ എല്ലാവരുടെ എക്സാംസ് നല്ല ഈസി ആയിരിക്കും. അപ്പൊ ഈ മെത്തേഡൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഐ എം വെരി ഷുവർ യു ക്യാൻ സ്കോർ വെരി ഹൈ മാർക്ക് ഇൻ യുവർ എക്സാം. അപ്പൊ ഇനി നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് ഒരു എക്സാം ഉണ്ടാവുമ്പോൾ ഈ മെത്തേഡ്സ് ഒക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കി നോക്കുക. ഇത് ഹെൽപ്പ് ചെയ്തോ ഇല്ലയോ എന്ന് എന്നോട് കമന്റ് ചെയ്ത് പറയേണ്ടതാണ്. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് ഇനി കാണാവുന്നതാണ്. ബൈ.